നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ഇന്നലെ സെൻസെക്സും നിഫ്റ്റിയും പോസിറ്റീവായിട്ട് നിലകൊണ്ടു. നിഫ്റ്റി ഇപ്പോൾ 25,419 നമ്മുടെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. 76 പോയിൻ്റ് ഉയർന്ന്. റുപ്പീസ് എന്നാൽ ഓൾ ടൈം ഫോളാണ്. 91 രൂപ 99 പൈസ ഡോളറിനെതിരെ. പിന്നെ ഇന്നത്തെ ദിവസം ബഡ്ജറ്റിന് മുൻപേ ഉള്ള അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 7% ഉയർത്തിയിരുന്നു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇറാൻ US ടെൻഷൻ എസ്കലേറ്റ് ചെയ്തു. അത് ബ്രന്റ് ഓയിൽ $70 പെർ ബാരലിലേക്ക് ബ്രന്റ് ഓയിൽ ഉയർത്താനായിട്ട് കാരണമായി. ബിറ്റ്കോയിൻ ശക്തമായിട്ടുള്ള ഇടിവിനും കാരണമായി. US മാർക്കറ്റിൽ ഗ്ലോബലിയും ചെറിയൊരു അൺസേർട്ടനിറ്റിക്ക് കാരണമായിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 90ഓളം കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. പവർ ഗ്രിഡ്, ബജാജ് ഓട്ടോ, ആസ്റ്റർ, NTPC ഉൾപ്പെടെയുള്ള മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ലാർജ് ക്യാപ്പും കമ്പനീസിൻ്റെ റിസൾട്ടാണുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $17 ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട്, 5355. സിൽവർ $116. ബിറ്റ്കോയിൻ കാണാം $4000 ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ കാണാം 69 നാച്ചുറൽ ഗ്യാസ് 3.8. ഗിഫ്റ്റ് നിഫ്റ്റി 25,464. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 25,538 ഡോ ഫ്യൂച്ചർ 135 പോയിൻ്റ് ഇടിവിലാണ്. ഏഷ്യൻ മാർക്കറ്റിൽ വലിയ പ്രശ്നമില്ല. എന്നാൽ ജർമ്മൻ മാർക്കറ്റ് കാണാം ഡാക്സ് 500 പോയിൻറ്റിൻ്റെ ഇടിവ്, അതായത് 2% ഇടിവ് ഉണ്ടായിരുന്നു. ഏറ്റവും താഴേക്ക് പോകുകയാണെങ്കിൽ ഡോ പോസിറ്റീവായിരുന്നു. എന്നാൽ നാസ്ഡാക്ക് 172 പോയിൻ്റ് ഇടിവ് രേഖപ്പെടുത്തി. ഇത് കാണാൻ സാധിക്കും. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ല. ഇൻഫോസിസ് 1% ഇടിഞ്ഞിരുന്നു, പിന്നീട് എക്സ്റ്റൻഡ് അവേഴ്സിൽ തിരിച്ചു കയറി. വിപ്രോ 0.5% ഇടിഞ്ഞിരുന്നു, പിന്നീട് തിരിച്ചു കയറിയ ഒരു കാഴ്ചയാണുള്ളത്. എന്നാൽ ICC ബാങ്ക് 0.5% കയറി, എന്നാൽ 1.2% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് US കമ്പനീസാണ്. മെറ്റ 10%ഒക്കെ റാലി അവിടെ നടത്തി. എന്നാൽ മൈക്രോസോഫ്റ്റ് 10% ഇടിവ് രേഖപ്പെടുത്തി. മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIS ഈ ഒരു മാസം 43,686 സെല്ല് ചെയ്തു. എന്നാൽ ഇന്നലെ 394 മാത്രമാണ് സെല്ല് നടത്തിയത്. അതിന് മുന്നത്തെ ദിവസം 480 കോടി രൂപയുടെ ബൈങ് നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാം. ITC നെറ്റ് പ്രോഫിറ്റ് 6% ഇടിവ് ആണ് രേഖപ്പെടുത്തിയത് ഇത്തവണ. ഡാബർ നെറ്റ് പ്രോഫിറ്റ് 7% വർധനവ് രേഖപ്പെടുത്തി. വേദാന്ത നെറ്റ് പ്രോഫിറ്റ് 60% ഉയർന്നു. സ്വിഗ്ഗി കഴിഞ്ഞ തവണ 800 കോടി രൂപ ലോസ്, ഈ തവണ 1000 കോടി രൂപ ലോസ് ഉണ്ടാക്കി. പക്ഷേ റവന്യൂ കൂടി ഉണ്ടായിരുന്നു. ടാറ്റ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 48% ഇടിവ് രേഖപ്പെടുത്തി. ഹഡ്കോ നെറ്റ് പ്രോഫിറ്റ് 3% ഇടിവ് രേഖപ്പെടുത്തി. പേടിഎം നെറ്റ് ലോസ് ഉണ്ടായിരുന്ന കമ്പനി ഇത്തവണ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 200 കോടി രൂപ ലോസിൽ നിന്ന് 225 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വോൾട്ടാസ് നെറ്റ് പ്രോഫിറ്റ് 35% ഇയർ ഓൺ ഇയർ ഡൗൺ ആയിട്ടുണ്ട്. അലീഡ് ബ്ലെൻഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ചു. മണപ്പുറം ഇവർ നെറ്റ് പ്രോഫിറ്റ് 15% ഇയർ ഓൺ ഇയർ ഇടിവ് രേഖപ്പെടുത്തി. ജി ഷിപ്പിംഗ് നെറ്റ് പ്രോഫിറ്റ് 36% വർധനവ് രേഖപ്പെടുത്തി. എംടാർടെക് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി, വലിയ തോതിലുള്ള വർധനവ് രേഖപ്പെടുത്തി. നിപ്പോൺ ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 36% വർധനവ് രേഖപ്പെടുത്തി. ഡിക്സൺ ടെക് നെറ്റ് പ്രോഫിറ്റ് 68% വർധനവ് രേഖപ്പെടുത്തി. HPCLും ഓയിൽ ഇന്ത്യയും തമ്മിൽ ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ്, ബയോഗ്യാസ് പ്രോജക്റ്റിൻ്റെ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കുള്ള ന്യൂസ്. അപ്പോൾ നമുക്ക് വൈകിട്ട് നമുക്കൊരു സൈക്കോളജി വീഡിയോ ആയിട്ട് എത്താം. കഴിഞ്ഞ ദിവസം ഈവൻറ്റിൽ പങ്കെടുത്തപ്പോൾ ഞാൻ സംസാരിച്ചത് ഇന്ന് വൈകിട്ട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണണം. വൈകിട്ട് കാണാം. താങ്ക് യു.